ഇതല്ല നമ്മുടെ വിഷയം. നമ്മൾ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. ഇതല്ല നമ്മുടെ വിഷയം. രേണുവിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റിലേക്ക് ജസ്റ്റ് നമ്മളൊന്ന് കണ്ണോടിച്ചാണ്. അതിലേക്ക് നമുക്ക് വരാം. അത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പറയാം. ആദ്യം നമുക്ക് പറയാനുള്ള പ്രധാന കാരണങ്ങളിലേക്ക് വരാം. പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു ഒരു പാട്ട് പാടിയിട്ടു. അറിയാലോ, രേണുവിന്റെ മകൻ, അല്ല കൊല്ലസുതിയുടെ മകൻ, രേണുവിന്റെ മകൻ, ഈ മകൻ ഒരു പാട്ട് പാടിയിട്ടു. ഈ പാട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വേടന്റെ അതിഭീകരമായ ഫാനാണ്. അപ്പൊ പുള്ളിക്കാരൻ അതിഭീകരമായ പാട്ട് പാടിയിട്ടു. ഈ പാട്ട് പാടിയിട്ടതിന്റെ താഴെ ഒരു കമന്റ് അങ്ങോട്ട് വന്ന്, ആ കമന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കണ്ടേ? കിച്ചു ഒരു റിപ്ലൈ കൊടുക്കും. അതാണ് നമ്മുടെ ടോപ്പിക്. ആദ്യം നമുക്ക് പാട്ട് കേൾക്കാം. പാടി കിച്ചുന്റെ പാടത്ത്. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടുന്ന സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാത്ത. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ. കിച്ചുവിന്റെ ലൈഫില് ഇരുണ്ട് കിടന്നപ്പോഴത്തേനും, അതായത് കറുത്ത് കിടന്നപ്പോഴത്തേനും, അതായത് കരിപുരണ്ട സമയത്ത്, അതായത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന, സന്തോഷം കൊണ്ടുവന്ന, ഒരു ആശ്വാസം കൊണ്ടുവന്ന ഒരു വ്യക്തിനെ കുറിച്ചിട്ടാണ് കിച്ചു പറയുന്നത്. ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അതായത് പുള്ളിക്കാരന്റെ വിഷമഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ പുള്ളിക്കാരന് സഹായം വേണ്ട സമയത്ത് സഹായിച്ച ഒരാൾ, അല്ലെങ്കിൽ പുള്ളിക്കാരന് ഒരു ആശ്വാസം വേണം, ഒരാളുടെ കെയർ വേണം ചിന്തിച്ച സമയത്ത് ചെയ്ത ഒരാൾ, എന്തോ ഒരാള് പുള്ളിക്കാരൻ എന്തോ മോശമായിട്ടൊരു സാഹചര്യത്തിൽ നിന്നപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്ത ഒരാൾക്ക് വേണ്ടി പുള്ളിക്കാരൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് കേൾക്കാം. ഏറെക്കുറെ കിച്ചു നന്നായിട്ട് പാടുന്നുണ്ട്. കിച്ചു പാടുന്ന പാട്ടെല്ലാം വേടന്റെ ഗാനങ്ങളാണ്. വേടന്റെ ഗാനങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, വരികളെല്ലാം കൂടെ മറ്റേ കത്തിമുന്നിട്ട് കുച്ചു 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 കുത്തുന്ന പോലത്തെ വരികളാണ് വേടന്റെ. അപ്പൊ നമുക്ക് ഈ വരികളൊന്ന് കേൾക്കാം. എന്റെ നിലാവാണ് നീയില്ല നേരം ഞാൻ ഈ ഭൂമിയിൽ നിന്നാരാവാനാണോ രാവാണു. നീ എന്റെ നിലാവാണു നീയില്ല നേരം ഞാൻ ഈ ഭൂമിയിൽ നിന്നാരാവാനാണോ. അതരമെന്ന് എനിക്കൊരു മധുരക്കരും മനസ്സിലെ മുറിവുകൾ ഉണക്കും മരുന്നു. കടമകൾ അനവധി കടന്നു വരുന്നു എന്റെ ഹൃദയത്തിൽ കഥകി ഞാൻ തുറന്നു തരും. ചതുരംഗത്തിലറാണ് നീയ പടയാളിയായി ഞാൻ കാവലാകാം. മഴയും പുഴയും എരിയും വെയിലും തടയായി ഞാൻ തണലായി മാറാം. ആർക്കാണ്ട് കഥവ് തുറന്നു വരും, ചതുരംഗത്തിലെ റാണി എന്നൊക്കെ പാടുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് ഒരു സ്ത്രീയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ വന്നു. അതായത് ഒരുപാട് നല്ല കമന്റുകൾ വന്നു. വളരെ മ്ലേച്ഛമായിട്ടുള്ള, ദുഷ്കരമായിട്ടുള്ള, പറക്കാത്ത കുറവന്മാര് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ കുറെ കമന്റുകൾ ഇട്ടു. ഈ കമന്റിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇമാര് തോന്നിയ വസ്തു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇട്ടുന്നുള്ളൂ. ഇമാതിരി അലബലാതിത്തരം വന്ന് ഒരാൾക്ക് കമന്റ് ബോക്സിൽ കമന്റുകളായി ഇടാൻ പാടില്ല. നമ്മൾക്ക് വിമർശിക്കാം സഭ്യമായ ഭാഷയിൽ. അത് ജസ്റ്റ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ഓക്കെ, ഇതല്ലാതെ മറ്റു കുറച്ച് കമന്റുകൾ വന്നു. കിച്ചുവിന് ലവർ ഉണ്ടല്ലേ, കിച്ചു കാമുകിയുടെ പേര് പറ, കിച്ചുവിന്റെ ലവറിന്റെ പേര് പറ, കിച്ചു ഇത് ലവറിനെ ഉദ്ദേശിച്ചിട്ട സാധനം. ഇങ്ങനെ കുറെ കമന്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു. അല്ലാതെ മറ്റൊരു കൽക്കിടുക്കാച്ചി ഭീകര കമന്റ് പ്രത്യക്ഷപ്പെട്ടടെ. ആ കമന്റ് എന്ന് പറഞ്ഞാൽ ഒരാള് സ്വാഭാവികമായിട്ടും കിച്ചുവിനെ കുറിച്ച് സംസാരിക്കുന്ന വിഷയം, കിച്ചു ഒരു വീഡിയോ ഇട്ട സമയത്ത് നിരവധിയായിട്ട് രേണുവിനെ കുറിച്ചുള്ള കമന്റുകൾ വരും. അതിനകത്ത് യാതൊരു തർക്കമില്ലാത്ത സാധനമാണ് രേണുവിനെ കുറിച്ചുള്ള സാധനങ്ങൾ അതിനകത്ത് വരും. അങ്ങനെ വന്നൊരു കമന്റ് ആണ്, അമ്മ അല്ലേ രേണു ചേച്ചി. ഉദ്ദേശിച്ചത് നിന്റെ അമ്മ അല്ലടാ രേണു ചേച്ചി എന്നാണോ, അമ്മയല്ലേ രേണു ചേച്ചി എന്നാണോ, അതോ അമ്മ അല്ലേ? ഇത് എന്താ ഉദ്ദേശിച്ചത്, ഏത് ടോണിൽ ഇത് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മ അല്ലേ രേണു ചേച്ചി, അതായത് രേണു ചേച്ചി അല്ലേ നിന്റെ അമ്മ എന്നാണോ ഉദ്ദേശിച്ചത്, അതോ നിന്റെ അമ്മയായി രേണു ചേച്ചിയെ കുറിച്ചാണോ നീ ഇത് പാടുന്നത് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും കിച്ചു എന്റെ താഴെ ഇങ്ങനൊരു സാധനമാണ് കമന്റ് ആയിട്ട് ഇട്ടത്. ഇത് കിച്ചുവിന്റെ മനസ്സിൽ അന്നേരം പോയ സാധനം എന്റെ ശബരിയിലും മുരുക, ഈ സാധനം പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും കിച്ചു അങ്ങനെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് താഴെ കൊടുത്തത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് രേണു അവിടെ കിടന്ന് കിച്ചു മോനെ കിച്ചു തക്കട ചുക്കുടി വാവേ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉടായിപ്പാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഏതൊരു മകനും, ഏതൊരു മനുഷ്യനും, ബുദ്ധിയുള്ള മനുഷ്യനും രേണു കാണിക്കുന്ന ചില പ്രവൃത്തികളോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കിച്ചു പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, രേണു കാണിക്കുന്ന പല വിഷയങ്ങളിലും പുള്ളിക്കാരൻ ഇടപെടാറില്ല. അമ്മയ്ക്ക് അമ്മയുടേതായ ഇഷ്ടം, വഴി തനി വഴി, അമ്മയുടെ വഴി കൂടെ അമ്മ എങ്ങോട്ടാന്ന് വെച്ചപ്പോ ഈ ഒരു തരത്തിലാണ് കിച്ചു സംസാരിക്കുന്നത്. അത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ അയാളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നെ തല്ലുണ്ട് അമ്മാവാ, ഞാൻ നന്നാവില്ലടാ എന്റെ പൊന്നെണ്ണ എന്ന് പറയുന്ന ആളെ നമ്മൾ എത്ര തല്ലിട്ട് കാര്യമുള്ളൂ, തല്ലിട്ട് കാര്യമില്ല. സോ ആ ഒരു ലൈനാണ് കിച്ചു ഏറ്റെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിപ്പോ ഒരു ചർച്ചയാകും. കിച്ചു പല തവണയായിട്ട്
രേണു പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ രേണു കിച്ചു എന്നെ വിളിക്കുന്നുണ്ട്, കിച്ചു എന്റെ തക്കുട് വാവയാണെന്ന് പറയാൻ വേണ്ടി ഈ ഓൺലൈൻ മീഡിയസ് ഒക്കെ വരുമ്പോഴത്തേനും ഒരുപാട് കഷ്ടപ്പെട്ട് വിളിക്കുന്ന സമയത്തൊക്കെ ഒന്നോ രണ്ടോ വാക്കിലാണ് കിച്ചു ഈ സാധനങ്ങളൊക്കെ ഒതുക്കുന്നത്. ഇവർക്കിടയിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ക്ലാഷസ് ഉണ്ടേ. ഇങ്ങനെ ഞാൻ മാറിയും തിരിഞ്ഞൊക്കെ അറിയുന്നുണ്ട്. അത് നമ്മൾക്ക് പുറത്തു വിടേണ്ട സമയത്തായിട്ട് പുറത്തു വിടാം. ഓക്കെ, ഇനി നമുക്ക് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ സാധനത്തിലേക്ക് വരാം, എക്സ്ക്ലൂസീവ് കണ്ടന്റിലേക്ക്. നമ്മൾ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചില്ലേ തുടക്കത്തിൽ, ആ ഫോട്ടോ രേണു ഇന്ന് സബ്സ്ക്രിപ്ഷനകത്ത് ഇട്ട ഫോട്ടോയാണ്. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം. ഇപ്പം സബ്ബൊക്കെ തുടങ്ങി പറയുന്നതായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്തതാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഇങ്ങനെ മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ആൽബങ്ങൾ ഷോർട്ട് ഫിലിം ഏതാ നിങ്ങൾ ഈ കാണിക്കുന്നതാണോ ആൽബം? അവനെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു, അവനെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കാതേട്ടാ കൊടുക്കുന്നതേട്ടാ, അതാണോ നിങ്ങളുടെ ആൽബം? അതാണോ ഷോർട്ട് ഫിലിം? ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, ഇത് മറ്റേ ലക്ഷ്മി ദീപ്തയുടെ ഒരു സീരീസ് ഉണ്ട്, അതിന്റെ പേരെന്തായിരുന്നു, ലക്ഷ്മി ദീപ്തയുടെ എന്തൊരു സാധനം ഉണ്ടേ, അതേപോലത്തെ എന്തൊരു ഒരു പുതിയ പ്ലാറ്റ്ഫോം ഇവർ തുടങ്ങി ഇവര് പുതിയ സാധനം ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യമായിട്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് ഇവരാണ് ഇത് ആൽബമാണ് ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് ആൽബം, ഇതാണ് ഷോർട്ട് ഫിലിം, ന്യൂജൻ ആൽബം, ന്യൂജൻ ഷോർട്ട് ഫിലിം. ഈ രേണുവിന്റെ ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രേണു സുധിച്ചേട്ടന്റെ വാല പിടിച്ച് വന്ന ഒരാളാണ്. അയാളുടെ പേര് ഉപയോഗിച്ച് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയൊക്കെ നശിപ്പിക്കാവോ കളങ്കപ്പെടുത്താവോ അതിന് PhD MA എടുത്ത ടീമാണ് ഈ രേണു. അങ്ങനെ വന്ന രേണുവിനെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് സുധിച്ചേട്ടന്റെ ഭാര്യ, പാവം മരണപ്പെട്ടു പോയ അതുല്യനായ കലാകാരന്റെ ഭാര്യയായിട്ടുള്ള രേണു സുധി എന്നാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട രണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി അഘോരാർത്ഥം പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി എന്നാണ് ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ രേണു പലയിടത്തായിട്ട് എന്റെ ജീവിതത്തിൽ സ്തുതിച്ചിട്ടും മാത്രമേ ഉള്ളൂ, ഞാൻ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിന് വിഭിന്നമായിട്ട് കാണിക്കുമ്പോഴത്തേനും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെതിരെ ഒരു വികാരം ഉണ്ടാവും. ഇവളെന്തൊരു പരിപാടി, ഇവളിങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്ന് ആൾക്കാർ ചിന്തിക്കും. അങ്ങനത്തെ സാധനങ്ങളാണ് രേണു മൊത്തവും സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ തൊട്ട് ആദ്യം വന്ന ചന്തു കുടങ്ങിയൊരു ഡിങ്കോൾ വിമാനത്ത് അവിടെ മുതൽ രേണു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും രേണു കണ്ടിന്യൂസ്, ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നല്ലൊരു റോള് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു റോള് നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഇരുന്ന് റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുള്ളത്. ഇമാതിരി അപരാധം, അവിഹിതം, മറ്റേ അവനെയും പ്രേമിച്ച് ഇവനെയും പ്രേമിച്ച് എന്നിട്ട് തേച്ചിട്ട് പോയില്ല അവനും ഇവനും എടുത്ത് തൂക്കിയെടുത്ത് എറിയുന്ന ഇമാതിരി സാധനമല്ല, നല്ലൊരു സാധനം. നിങ്ങളുടെ സ്കില്ല് തെളിയിക്കുന്ന ഒരു സാധനം കാണുമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. രേണു എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ സജിന കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീതു കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് രേണുലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു നല്ല സാധനം വേണം, ഞാൻ റിയാക്ട് ചെയ്യും. ഞാൻ നല്ലത് പറയാം, ആരും നല്ലത് പറഞ്ഞില്ല, ഞാൻ നല്ലത് പറയാം. അങ്ങനെ ഓട്ടം ആയതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയട്ടെ, നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വന്നു. ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ 180 ആക്കിയത്. 180 ആട്ടോ. അപ്പൊ ആദ്യം രേണു തന്നെ ചിന്തിച്ചത് എന്റെ മൂല്യം വെറും 45 രൂപയാണെന്നാണ്. പിന്നെ രേണു മൂല്യം വർദ്ധിപ്പിച്ചത് 180 രൂപയാക്കി മാറ്റി. എനിക്ക് തോന്നുന്നു 89 ഞാൻ സബ് ചെയ്ത്, അപ്പൊ 189 രൂപയായിരിക്കും. 9 രൂപ വെച്ച് എനിക്കറിയത്തില്ല ടാക്സ് പരിപാടി ഒക്കെ എങ്ങനെയാണ്. അപ്പൊ 400 × 180 നമ്മൾ അടിക്കുമ്പോഴത്തേനും ജസ്റ്റ് വിത്തിൻ ഡേയ്സ്, വിത്തിൻ വീക്സ്, ഒരു വീക്ക് കൊണ്ട് രേണു സമ്പാദിച്ചത് 72,000 രൂപയാണെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി രേണുവിന്റെ ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, രേണുവിനെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എന്നെ പോലെ കണ്ടന്റ് തൂക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട്. നമുക്ക് ബാക്കിയാണ്. എന്തായാലും സബ് ഉണ്ടോ? എത്ര സബായി? എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പോഴത്തേന്. തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. അതെന്ന് വെച്ചാല് അതിന് കുറെ വിമർശനങ്ങളും കുറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്ക സെലിബ്രിറ്റീസിനും സബ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എന്തോ എങ്ങനെ മിക്ക സെലിബ്രിറ്റീസിനും സബ് ഉണ്ട്. മിക്ക സെലിബ്രിറ്റീസിന്റെ സബിലേക്ക് നമുക്ക് വരാം കേട്ടോ. മോള് ബാക്കി പറ. ആൾക്കാർക്കും അവര് സബ് ചെയ്തെന്ന് അവർക്കും പിന്നെ അവരുടെ സബ് ചെയ്ത ആൾക്കാർ ഇത് ചെയ്ത ആൾക്കാർക്കും സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എനിക്കൊന്നും അറിയാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഇത് രേണുസൂരി ഒരു സബ് ചെയ്തപ്പോഴത്തേന് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോന്ന് മേടിച്ചിട്ടില്ല. സബ് ചെയ്തപ്പോഴാണ് ഇത് അന്താരാഷ്ട്ര പ്രശ്നമാണിത്. രേണുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. രേണുവിന് ഒരു സബ് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. രേണുവിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. രേണുവിന് ഒരു ആൽബം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. രേണു എന്താ ചെയ്യണ്ടേ? രേണു ഇത് എന്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ രേണു ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരുന്നത് നിങ്ങൾ കൊണ്ട് താ, എനിക്ക് ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ താ എന്ന് പറയുന്നേ. എന്നിട്ട് പുള്ളിക്കാരിന്റെ അപ്പുറത്ത് പറയും കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്തൊക്കെ ഇരക്കാൻ വന്നോടാം. ഈ രണ്ടും പറയും. പറ
അവൾ ഓൾവേസ് നെഗറ്റീവ് പറഞ്ഞ കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ റീച്ച് ആക്കുന്നില്ല, വീണ്ടും റീച്ച് ആക്കുന്നില്ല. സോ അവരെല്ലാം കൂടെ എടുത്തിട്ടൊക്കെ കൊടയുവാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു കാര്യം, ഇവരാരും ഒന്ന് എന്നെ എല്ലാ മാസവും കൊണ്ട് ഇവർ കൊണ്ട് പൈസ തരട്ടെ. നമ്മളെല്ലാരും ജീവിക്കുന്ന പണം. നമ്മളൊക്കെ എന്തിനാണ് എല്ലാ മാസവും നിങ്ങൾക്ക് കൊണ്ട് പൈസ തരുന്നത്? നിങ്ങൾ തുടക്കം മുതൽ ഇത് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കൊണ്ട് പൈസ നിങ്ങൾ കൊണ്ട് പൈസ താന്ന്. രേണുവിന് ഒരു മാസം ജീവിക്കുക എത്ര രൂപ വേണം? നമ്മൾ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുമോ? എനിക്ക് അറിയാൻ പാടില്ലാത്തത് ചോദിക്കുകയാണ്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. പൈസ തന്നു കഴിഞ്ഞാൽ രേണു അടങ്ങി വീട്ടിയിരിക്കുമോ? രേണു അടങ്ങി വീട്ടിയിരിക്കണമെന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല. ഇമാതിരി അപരാധം കാണിക്കുന്നൊന്നും നിർത്താമോ? ആ ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പൊ ഉടനെ അടുത്ത ആൽബം വരും. അടുത്ത ആൽബം വരുമ്പോൾ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറെ മരപ്പാഴുകളുണ്ട്. നിങ്ങൾക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ രേണുവിനെ എപ്പോസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതേ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളും അതേ സ്വഭാവക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ രേണുവിനെ അപമര്യാദയായി തെറി വിളിച്ചോ ഒന്നും, ഞാനൊരു സാധനം എന്റെ ഒരു വീഡിയോയിലും ഞാൻ തെറി വിളിക്കുന്നില്ല. എന്റെ കമന്റ് ബോക്സിൽ കടന്ന് പറഞ്ഞു കഴിഞ്ഞ ചട്ടം പഴുപ്പി ഞാൻ വെച്ചുകളായി. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ചുമ്മാ വന്നെങ്കിൽ തെറി വിളിക്കുന്ന കുറെ ആക്കാനാണല്ലോ. പണം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തിനും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേന എന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ഏത് മാർഗേനയും പണം സമ്പാദിക്കണം എന്ന് പറയാൻ വന്നതാ. മറ്റേ പണ്ട് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അങ്ങനെ എന്തോ സാധനം പറയാൻ വന്നേ. പിന്നെ ഓർത്ത് എന്റെ ദൈവം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പണി വളർന്ന് ആളപ്പോഴേ മാറ്റി പറഞ്ഞു. എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്ക സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതുമാണ്, അവർ പൈസ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തായാലും ഞാൻ വലിയ സംഭവം ആണെന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചെയ്തു. ഇത് ഒരുപാട് ആള് വരുമെന്ന് ഒന്നും ഉദ്ദേശം ഒന്നുമല്ല ചെയ്തത്. ഞാൻ ചെയ്തു, എന്തായാലും ഇത്ര ആൾക്കാർ വന്നു, നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. അങ്ങനെ നല്ല കാര്യമാണ്. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സാധനം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ അകത്ത് നമ്മൾ ഇടുന്ന ടോപ്പിക് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് പ്രശ്നം. ഇപ്പോ തുമ്പി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ട്. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വിമർശനം വരുന്നത് ഇവരുടെ സബ്സ്ക്രൈബ്സിനകത്ത് ഇവർ ഓൾറെഡി വീഡിയോയിൽ തന്നെ അല്പം എക്സ്പോസീവ് ആയിട്ട് കുറച്ച് നെക്കിറങ്ങിയ ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അവരുടെ സബ്സ്ക്രിപ്ഷനകത്ത് ഏറെക്കുറെ അതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ആൾക്കാരുടെ ഒരു ചിന്ത വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ കാര്യം നോക്കിയാലും നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സാധനം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങളായിരിക്കും ആൾക്കാർക്ക് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നിങ്ങളെ വിമർശിക്കുന്നു പറഞ്ഞല്ലോ, നിങ്ങൾ നല്ലൊരു സാധനം ഇടൂ, ഞാൻ സപ്പോർട്ട് ചെയ്യും. മറ്റാരുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യും. ഈ സബ്സ്ക്രിപ്ഷൻ 18+ ആണെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാരും വന്ന് എന്നെ വിമർശിച്ചു. എന്നെ വിമർശിച്ചതിന്റെ കാര്യം, രേണുവിന് അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂടാ, രേണു നല്ലതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ലടാ. ഈ ഒരൊറ്റ സാധനം കൊണ്ടാണ് ഞാൻ ഈ സാമാനം സബ്സ്ക്രൈബ് ചെയ്തത്. നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇപ്പൊ ഈ സൈഡിൽ കാണുന്നതാണ് രേണുവിന്റെ സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഇതിനകത്ത് നല്ല ഒരു വീഡിയോ, അതായത് മാന്യമായിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പുള്ളിക്കാരി നല്ലതായിട്ട് പബ്ലിഷ് ചെയ്തൊരു സാധനം. ഇതെല്ലാം അത്യാവശ്യം 18+ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്ട് ആ ഇട്ടിരിക്കുന്ന ഫോട്ടോസ് ആണ് ഇതെല്ലാം. ഇതിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. പുള്ളിക്കാരി നല്ലൊരു സാധനം നല്ല സാധനം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആളെ സപ്പോർട്ട് ചെയ്യും. അതിനകത്ത് ഒരു തർക്കവും ഇല്ലാത്ത സാധനമാണ്. ആള് ഇത്തരത്തിലൊരു കാര്യം ഇടുകയും ഇതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനത്തെ, അതായത് ഹോട്ട് ആയിട്ടുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അവർ പ്രചരിപ്പിച്ചോട്ടെ ചിന്തിക്കണമെന്നാണോ? നിന്റെ എന്റെയൊക്കെ മക്കൾ വളർന്നു വരുമ്പോ ഇമാതിരി സാധനങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത്. അവന്റെയൊക്കെ കയ്യിലെ പൈസ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഇമാതിരി പല സാമാനങ്ങൾക്കും ഇവര് അഡിക്റ്റ് ആവുന്നൊരു സംഭവം കൂടെ ഉണ്ടാവും. കാരണം ഇതൊക്കെയാണ് ഈ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റിനകത്ത് ഇട്ട് വെച്ചേക്കുന്ന സാമാനങ്ങൾ. ഇതിനെയൊക്കെ വിമർശിക്കുന്നതാണോ നിന്റെയൊക്കെ പ്രശ്നം? എന്നാൽ നീയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് പോയിരുന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് കണ്ണങ്ങോട്ട് ഉന്മാദിപ്പിക്കരുത്. അവർക്ക് കുറെ പൈസ അങ്ങോട്ട് വാരിക്കൂരി കൊടുക്കുക. എന്നിട്ട് രേണു തന്നെ പറയുന്നുണ്ട്, നീയൊക്കെ തരുവോ? പൈസ തന്ന രേണു വീട്ടിയിരിക്കുമോ? എനിക്ക് അത്ര അറിയേണ്ടതുള്ളൂ. രേണുവിന്റെ ഉദ്ദേശം പൈസ അല്ല. രേണു അത് ആ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഹൈപ്പിന്റെ സുഖം പിടിച്ച് രേണു, അതാണ് സംഭവം. അല്ലാതെ രേണുവിന് പൈസക്ക് ഇപ്പൊ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. ഒരു കാർ എടുക്കാൻ രേണുവിന്റെ പൈസ ഉണ്ട്. അപ്പൊ രേണുവിന് അത് ബുദ്ധിമുട്ടുള്ള ഒരു സാധനമല്ല. രേണുവിന്റെ ലിവിങ് സ്റ്റാൻഡേർഡ് നിലവാരം മാറി. രേണുവിന്റെ മുടിയുടെ സംഭവം നിങ്ങൾ നോക്ക്, മുടി സെറ്റപ്പായി. പല തരത്തിലും ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എടുത്തു. ഇതൊക്കെ നിസാര കാര്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പൊ പുള്ളിക്കാരുടെ ആവശ്യത്തിനധികം പൈസ ഉണ്ട്. കണ്ടാ പറഞ്ഞപ്പോ കരണ്ട് വരെ അടിച്ചു പോയി, ഇടുക്കിയിലെ കരണ്ട് വരെ പോയി രേണുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേന്. ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു, ഒപ്പോസ് ചെയ്യുന്നവർ നമ്മൾ തീർച്ചയായിട്ടും ഒപ്പോസ് ചെയ്യും. സ്വന്തം മോൻ വരെ, അമ്മയോ എന്റെ ശബരിമല മുജുക എന്ന് പറഞ്ഞിട്ടാണ് മോൻ വരെ കണ്ടം വഴി കൊടുക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക.